മലയോര ഹൈവേ പ്രവൃത്തി നടക്കുന്ന തൊട്ടിൽപ്പാലം മുള്ളംകുന്ന് റോഡിൽ യാത്രാ സൗകര്യം ഒരുക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രൊഫഷണൽ നാടക നടൻ ഹരീഷ് തൊട്ടിൽപ്പാലം ചളയിലിരുന്ന് പ്രതിഷേധിച്ചു. റോഡിലെ കുഴികളും ചെളിയും ഒഴിവാക്കി സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. 8 മാസങ്ങൾക്ക് മുൻപാണ് തൊട്ടിൽപ്പാലം മുള്ളൻകുന്ന് റോഡിൽ മലയോര ഹൈവേ പ്രവൃത്തി ആരംഭിച്ചത്. പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ബദൽ സംവിധാനം ഒരുക്കാൻ കരാർ കമ്പനി തയ്യാറാവുന്നില്ല. മഴയെത്തിയതോടെ റോഡിൽ ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴികൾ മനസ്സിലാവാതെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നു. പ്രദേശത്തുകാർക്ക് ഇതുവഴി കാൽനട യാത്ര പോലും അസാധ്യമായതോടെയാണ് പ്രതിഷേധവുമായി പ്രൊഫഷണൽ നാടക നടൻ ഹരീഷ് തൊട്ടിൽപ്പാലം എത്തിയത്. ഹാജിയാർ മുക്ക് എന്ന സ്ഥലത്ത് ചെളിയിലിരുന്നു കൊണ്ടായിരുന്നു ഹരീഷിന്റെ പ്രതിഷേധം. തൊട്ടിൽപ്പാലത്ത് നിന്നും മുള്ളംകുന്നിലേക്കുള്ള റോഡാണിത്. ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേയായി. ഒച്ച ഇഴയുന്നത് പോലെയാണ് ഇതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ അപകട കുഴികളാണ്. രാത്രിയിൽ എത്രയോ 2 വീലറൊക്കെ ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കേസുകൾ ഒരുപാട്. നമ്മൾ എത്ര ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരിക്കലും അവർ അതിനുള്ളൊരു കാര്യങ്ങൾ നീക്കുന്നില്ലെങ്കിൽ ഇതൊരു വലിയ പ്രതിഷേധമായിട്ട് എടുത്തുകൊണ്ട് ഈ കുഴിയിൽ ഇതൊക്കെ ചളിയില്ല, ഈ വെള്ളത്തിൽ ഇരുന്നു കൊണ്ട് ഒരു നാടകം എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതിഷേധിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരമായിട്ടില്ലെങ്കിൽ ഈ കുഴികൾ താൽക്കാലികമായി അടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതിലും വലിയൊരു പ്രതിഷേധം ഇതിൻ്റെ കോൺട്രാക്ടർമാർ കാണേണ്ടി വരും എന്നുള്ള സാധനവും കൂടി ഇതൊക്കെ വീഴാൻ പോകുന്ന കുഴിയാണ്. വെച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. കൃത്യമായിട്ട് പറയുന്നു, ഈ റോഡിൻ്റെ പണി താൽക്കാലികമായിട്ട് ഈ കുഴികളടക്കാനുള്ള സംവിധാനം ഇതിൻ്റെ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിലും വലിയ സമരം ഞങ്ങൾ സംഘടിപ്പിക്കും മാത്രം പറഞ്ഞുകൊണ്ട് പ്രതീകാത്മകമായി ഈ ചെളിയിലിരിപ്പ് സമരം ഞാൻ തുടരുകയാണ്. മുഴുവൻ കുഴിയാണ്. ദിവസവും ഒരു 2 ആക്സിഡൻ്റെങ്കിലും ഇവിടുന്ന് ഉണ്ടാവും. രാത്രിയിലാണ് അധികവും. ഈ താൽക്കാലികമായിട്ടുള്ള ഈ സംവിധാനം ഒന്ന് ഉണ്ടാക്കി തരാനുള്ള താമസം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പലപ്പോഴും നമ്മൾ ഇവരുടെ ശ്രദ്ധയിൽ പെടുത്തിയതാണ്. താൽക്കാലികമായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കുഴികളൊക്കെ അടച്ച് ഒരു ഗതാഗത യോഗ്യമാക്കണം എന്നുള്ള നമ്മൾ ആദ്യം പറഞ്ഞതാണ്. പക്ഷേ അത് ഇവരുടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ചെറിയൊരു സൂചനയാണ്. ഇനി നമ്മളിവിടെയുള്ള നാട്ടുകാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിഹാരം കിട്ടുന്നവരെ ഒരു വേറെന്തെങ്കിലും രീതിയിലൊക്കെയുള്ള സമരം പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഇത് വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് കുഴിയിലേക്ക് വണ്ടി. നല്ല മഴയുള്ള സമയത്തൊക്കെ ആക്സിഡൻറ്റ് ഒരുപാട് കൂടുതലാണ്. കാരണം അധികവും ഈ സ്ത്രീകളൊക്കെയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പോൾ അവർ തന്നെയാണ് വീഴുന്നത് അധികം. നമ്മൾക്കൊക്കെ കാലൊക്കെ കുത്തിയിട്ട് നിൽക്കാം. പക്ഷേ ഇത് കുട്ടികളും സ്ത്രീകളൊക്കെ 2 വീലർ ഓടിച്ച് പോകുമ്പോഴാണ് ഈ സംഭവങ്ങളുണ്ടാകും. സൈക്കിള് ഇതൊക്കെ ആയിട്ട്. ഇവിടെ അമ്പലക്കാവിൽ തോടിനു കുറുകെ ഭാഗികമായി കലുങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെയും അപകട സാധ്യത ഏറെയാണ്. കഴിഞ്ഞ വർഷം വടകരയിൽ കാൽനടയാത്രക്കാരൻ നിർമ്മാണത്തിലിരിക്കുന്ന കലുങ്കിന്റെ കുഴിയിൽ വീണ് മരണപ്പെട്ടതോടെ എല്ലാ കലുങ്കുകൾക്കും സുരക്ഷിതമായ വേലിയും കൈവരികളും നിർമ്മിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കിയതാണ്. എന്നാൽ അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഒരു റിബൺ മാത്രമാണ് കെട്ടിയത്. ഏറെ ഒഴുക്കുള്ള തോട്ടിലേക്ക് വീണാൽ അപകടം ഉറപ്പ്. അതിനാൽ അടിയന്തരമായി കലുങ്കിന് GI പൈപ്പ് ഉപയോഗിച്ച് താൽക്കാലിക കൈവരികൾ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മുള്ളൻകുന്ന് തൊട്ടിൽപ്പാലം റോഡിൻ്റെ അമ്പലക്കാവ് എന്ന് പറഞ്ഞൊരു പ്രദേശമാണിത്. ഇവിടുത്തെ ഒരു പാലമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കൈവരിയാണ്, നിങ്ങൾ നോക്കിയാൽ കാണാം, വലിയ കുഴിയാണ്. ഏതെങ്കിലും ബൈക്കോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളോ ഇത് ഈ കൈവരി പോകുമ്പോൾ ഒന്ന് കാൽ തെറ്റിപ്പോയാൽ വീഴുന്ന ഒരു വലിയ കുണ്ടിലേക്കാണ്. ഇവിടുന്ന് ഒരു പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. അതിന് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനമാണ് നമ്മൾ ഈ കാണുന്നത്. ചരട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. റോഡിൻ്റെ പണി എവിടെ എത്തുന്നില്ല. കാരണം ആവശ്യത്തിന് തൊഴിലാളികളില്ല. 4-5 തൊഴിലാളികളെ വെച്ചാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്ന് തീരുമെന്ന് അറിയില്ല. തുടങ്ങിയിട്ട് തന്നെ മാസങ്ങളായി. യാതൊരു പുരോഗതിയുമില്ല. ഇപ്പം തന്നെ ജനങ്ങൾ കഷ്ടപ്പാടാണ്. ഇതിപ്പോൾ മഴക്കാലമായെന്നൊരു കാരണം അവർ പറയും. പക്ഷേ മഴയില്ല. വളരെ കുറഞ്ഞ സമയത്തേ മഴ പെയ്യുന്നുള്ളൂ. നല്ല വെയിലും പണിയെടുക്കാൻ പറ്റുന്ന കാലാവസ്ഥയൊക്കെയാണ്. പക്ഷേ പണി നടക്കുന്നില്ല. കുറഞ്ഞ ആൾക്കാരെ വെച്ചാണ് ജോലി നടത്തുന്നത്. ഇവിടെ എന്തെങ്കിലും കുറച്ചുകൂടി ഒരു സുരക്ഷിതമായ, നമ്മൾ വലിയ കാര്യമൊന്നും പറയുന്നില്ല. കാരണം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ സംവിധാനമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും GI പൈപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറച്ചുകൂടി ഒരു സുരക്ഷിതമായ ഒരു വേലി കെട്ടിയാൽ പോലും അത് നമുക്കത് കുറച്ചുകൂടി സുരക്ഷിതമായി നിലനിർത്താൻ പറ്റും. രാത്രി വരുന്ന വണ്ടികൾ, ഈ മഴയത്തൊക്കെ രാത്രി മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വരുന്ന ബൈക്കുകളൊക്കെ വലിയ രീതിയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഭാഗ്യത്തിന് ഇങ്ങ് താഴെ വീണിട്ടില്ല എന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ കൺസ്ട്രക്ഷൻ കമ്പനി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണ്.
ശക്തമായ പ്രതിഷേധത്തെപ്പറ്റി ജനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. മലയോര ഹൈവേ വളരെ സന്തോഷത്തോടു കൂടി ജനങ്ങൾ ഭൂമി വിട്ടുകൊടുത്ത് വളരെ നല്ല രീതിയിൽ സർക്കാർ ആവിഷ്കരിച്ച നല്ലൊരു പദ്ധതിയായിരുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ ടെൻഡർ ഏറ്റെടുത്ത ഇരിക്കൂർ അവർ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ ഇത് പെരുമാറിക്കൊണ്ടാണ് ഈ ഒരു സംഭവം വളരെ ദാരുണമായ ഒരവസ്ഥയിലേക്ക് ഈ ഒരു സംഭവം എത്തിയത്. കാരണം ഈ ഒരു വർക്ക് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. നമ്മൾ സർക്കാരിനോ അല്ലെങ്കിൽ മറ്റാരെയോ കുറ്റപ്പെടുത്തുന്നില്ല. ഇത് ശരിക്കും കോൺട്രാക്റ്റ് ഏറ്റെടുത്ത കമ്പനീൻ്റെ മാത്രം കുറ്റമാണ്. PWD ഒരു അവധാനതക്കുറവ് 100% ഇതിനകത്തുണ്ട്. അവരത് ഫോളോ അപ്പ് ചെയ്യാത്തതും ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു കുഴപ്പം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു റോഡിൽ കൂടി യാത്ര ചെയ്യുന്ന മനുഷ്യന്മാർ അനുഭവിക്കുന്ന ഒരു ദുരിതം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് കൊണ്ട് ചാടി എങ്ങനെ വീണ് എത്രയോ ആൾക്കാർ വീണതും പോയതും ആ ബുദ്ധിമുട്ടിയതും അവസ്ഥകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതൊരു വളരെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ വണ്ടി ഇതിലൂടെ പോകുന്നുണ്ട്. അവരാണ് ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അവർ ചെയ്യുന്നേ ഇല്ല, അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് വളരെ ഈ പ്രദേശത്തുള്ള ജനങ്ങളെ തികച്ചും ന്യായമായ ഒരാവശ്യമാണ്. അപ്പോൾ അവർ ഇതിനകത്ത് നല്ല രീതിയിൽ പ്രതികരിക്കും, നല്ല രീതിയിൽ ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. റോഡ് പണി പൂർത്തീകരിക്കാൻ ഇരിക്കൂർ എന്ന കരാർ കമ്പനിക്ക് ഇനിയും ധാരാളം മാസങ്ങൾ ബാക്കിയുണ്ട്. ഇതിനോട് എല്ലാ രീതിയിലും സഹകരിക്കാൻ നാട്ടുകാർ തയ്യാറാണ്. എന്നാൽ പണി നടക്കുമ്പോൾ താൽക്കാലികമായി കുഴികൾ ഉൾപ്പെടെ അടച്ചുകൊണ്ട് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കാത്തതിലാണ് നാട്ടുകാർക്ക് പ്രതിഷേധം. ഇവിടുത്തെ അവസ്ഥ നമ്മളെ ഈ മലയോര ഹൈവേൻ്റെ റോഡ് പണി തുടങ്ങിയത് മുതൽ നമ്മൾ ഈ റോഡിലൂടെ പോകുന്ന യാത്രക്കാരെല്ലാം ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരം ബുദ്ധിമുട്ടുകൾ. ഒരു ഭാഗത്ത് കുഴിച്ചിട്ടിരിക്കുന്ന, മറുഭാഗത്ത് ചളി, ഒരു രീതിയിലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ. ഒപ്പം തന്നെ ഈ റോഡ് ഇപ്പോൾ പേച്ച് വർക്ക് നടക്കേണ്ട കാലം കഴിഞ്ഞ് എല്ലാം മൊത്തം കുണ്ടുകുഴിയായിട്ട് ബൈക്ക് യാത്രക്കാർ വീഴുന്നുണ്ട്, വാഹനങ്ങൾ വലിയ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. അപ്പോൾ ഒന്നും ഒരു ഓർഡറിലോ പ്ലാനിങ്ങിലോ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് പൊതുവേ ഇതിൽ ഇടപെടുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. നമുക്കിപ്പോൾ ഈ റോഡ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. പല സ്ഥലത്തും ഭാഗികമായിട്ട് കിളച്ചിട്ടിരിക്കുന്നു, മറു സൈഡിൽ ചളിയാക്കിയിട്ടിരിക്കുന്നു. ഒന്നും ഒരു ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നില്ലേ എന്നൊരു തോന്നൽ ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അതിപ്പോൾ ഇങ്ങനെ നീണ്ടുപോകുന്നതോളം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണ്, വാഹനങ്ങൾ പോകുന്ന വഴിയാണ്, സൈക്കിളുകാർ പോകുന്ന വഴിയാണ്. പക്ഷേ ഒന്നും തന്നെ ഒരു റെഡിക്കുള്ള പ്ലാനിങ്ങിലല്ല നടക്കുന്നത്. ഇപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ശരിയാക്കുന്നുണ്ട്, നടത്തുന്നുണ്ട് എന്ന് പറയുകയാണ്. നമ്മളതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പറയുമ്പോൾ ഇത് ഉടനെ ശരിയാവും. ചില ഭാഗങ്ങൾ കളിച്ചിട്ടുണ്ട്, ചില ഭാഗങ്ങൾ കളിച്ചിട്ടില്ല. അതിനവർ പറയുന്ന ന്യായം എന്ന് വെച്ചാൽ സമ്മതപത്രം കിട്ടാത്തവർ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, കിട്ടിയവർ എടുക്കുവാണ്. ആയിക്കോട്ടെ, അതിനൊന്നും നമുക്ക് തർക്കമില്ല, അവർ എടുത്തോട്ടെ. പക്ഷേ എടുക്കുന്ന ജോലി ഒരു വൃത്തിയിൽ ചെയ്ത് തീർക്കണമെന്നൊരു അപേക്ഷയുണ്ട്. ഒരുപാട് യാത്രക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. കുഴി നമുക്ക് മൊത്തം കുഴി എവിടെയുണ്ട്, കുഴി എവിടെയല്ല കുഴി നമുക്ക് മനസ്സിലാവില്ല. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വെള്ളം കെട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് കുഴി പോയി ചാടുവാണ്, വീഴുന്നവർ വീഴുന്നുണ്ട്. സ്ത്രീകളൊക്കെ ഒരുപാട് 2 വീലറിൽ പോകുന്ന സ്ഥലമാണിത്. അവർക്കൊക്കെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ കുഴിയിൽ വീഴുന്നുണ്ട്, തുടച്ചിനി കയറി പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. PWD അധികൃതരെ നമ്മൾ കണ്ടിട്ടില്ല. PWD അധികൃതർ വന്ന് നോക്കുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ടെന്നൊക്കെ പറയാനല്ലാതെ നമുക്ക് അത് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടായിരിക്കാം ഇവിടെ, പക്ഷേ ഒന്നും കാണുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ പ്രവൃത്തി കാണുന്നത്. എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് സുഖമായൊരു യാത്ര, അതേ നമ്മളൊക്കെ ഭൂമി വിട്ടുകൊടുത്തവരാണ് നിരുപാധികം. പക്ഷെ നമുക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടുത്തെ റോഡ് ഈ ചതപ്പ് അത് ഇട്ടിട്ടില്ലെങ്കിൽ ഇന്നലെ ദേശം വൈകിട്ട് തന്നെ ഞാൻ ഇതിലെ പോകുമ്പോൾ കുണ്ടുത്തുള്ളി 2 പ്രാവശ്യം വീഴാൻ പോയിക്ക്. അതുപോലെ തന്നെ ഓല് കോറി വെച്ചാൽ കുറച്ചുകൂടെ രാത്രിയെല്ലാം പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായി. എപ്പം പോകാൻ വരുവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലോട്ട് തന്നെ പോകുവാൻ വരുവാൻ എല്ലാം ചെയ്യുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എല്ലാം കൂടി സഹകരിച്ചിട്ട് അവിടെ എന്തെങ്കിലും അവരോട് പറഞ്ഞാൽ നമുക്ക് ആരും വെള്ളത്തെ തുള്ളി വീഴാണ്ട് പോകാം. കാരണം വെള്ളം ഇവിടെ കെട്ടി കിടക്കുന്നുണ്ട്. പിന്നെ കുണ്ടുകൾ എവിടെ ഉണ്ട് എന്നുള്ളതൊന്നും കാണുവാൻ പറ്റുമല്ല. അങ്ങനെ ഒരു
ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. അത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് അടങ്ങ് കലുങ്കിൻ്റെ അവിടെ അങ്ങനെ തന്നെ ഇന്നലെയൊന്നും അങ്ങനെ വെള്ളം ഒഴുകി അങ്ങ് പോയിട്ടില്ല. ഒരു ഇന്നലെ പിന്നെ അങ്ങനെ തുള്ളി വെള്ളത്തിൽ കൊടുത്തന്നെ പോകുന്നത് കണ്ടേരെ പിന്നെ അവിടുന്ന് ശേഷം പിന്നെ കീറി കൊടുത്തേരെ ഒലിച്ചങ്ങോട്ട് പോയതാണ്. പൂറി വേസ്റ്റെങ്കിലും ഇടണം, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നില്ല, അതിലൂടെ തന്നെ തുള്ളി അതിലൂടെ ഒന്ന് പോകാൻ. അതുപോലെ സൈഡും കുറവാണ്, അതിനെക്കൊണ്ട് ഈ ഇങ്ങോട്ട് പോയി ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ വണ്ടികൾ തന്നെ പോകുന്നതന്നെ. ഞാൻ പൂവാലം പിന്നെ വാർത്തില്ല. അതിന് മുമ്പേ തന്നെ ഭയങ്കര മഴ പെയ്ത ഈ പ്രദേശം ആകെ കടൽ പോലെയായിരുന്നു. വാഹനങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു ഉള്ളത്. രാത്രി വന്നിട്ട് അവർ തുറന്നു വിട്ടു അവിടുത്തെ വെള്ളം. അതിന് ശേഷമാണ് വണ്ടിക്ക് പോകാനായത്. അവർ കുഴിയൊന്നും അടയ്ക്കുന്നില്ല, അവർ ആ സൈഡിലെ ആ ഫുട്പാത്തിൻ്റെ പണിയായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. യാത്ര പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.